So hello YouTube, this is Bike Abadi and welcome to today's vlog. So ഇന്ന് നമ്മളുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ഈ ബ്രാൻഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രീമിയം മോട്ടോർ സൈക്കിളാണ് ദി കോണ്ടിനെൻ്റൽ GT650. 2018 ഈ വണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ആകുന്നത്. ബിഫോർ ദാറ്റ് അറൗണ്ട് ഒരു 3 to 4 years ഈ വണ്ടി ടെസ്റ്റിംഗ് ആൻഡ് R&Dയിലായിരുന്നു. യൂഷ്വൽ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ പോലെയല്ല, ഇതൊരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. യൂഷ്വലി റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോട്ടോർ സൈക്കിൾസും ലോങ് സ്ട്രോക്കാണ്. ഈ 650cc ട്വിൻ മോട്ടോർ സൈക്കിൾസ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത്. ട്വിൻ ഇൻ ദ സെൻസ് ട്വിൻ സിലിണ്ടറിൻ്റെ മാത്രമല്ല, 2 മോട്ടോർ സൈക്കിൾസ് ഉണ്ടായിരുന്നു. ഇൻ്റർസെപ്റ്റർ 650, പിന്നെ ഈ കോണ്ടിനെൻ്റൽ GT650. ഇതൊരു കഫേ റേസർ മോഡൽ വണ്ടിയാണ്. ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു റെട്രോ ക്ലാസിക് ആണ്. എല്ലാവരും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ട്വിൻ സിലിണ്ടറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, ദാറ്റ് ഈസ് അറൗണ്ട് 3 to 3.5 lakhs ഈ വണ്ടി സെയിൽ ചെയ്യുന്നത്. ഇൻ്റർസെപ്റ്റർ ആയാലും GT ആയാലും ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഇപ്പോൾ ഇൻ ദി കറണ്ട് മാർക്കറ്റ് സെൻസ് നമുക്ക് ഒരു മോട്ടോർ സൈക്കിളും അവൈലബിൾ അല്ല. നമുക്കൊരു ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോകാൻ പറ്റുന്നത് നിഞ്ചയിലോട്ടാണ്. നിഞ്ച 300 അല്ലെങ്കിൽ R3 ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പർ സെഗ്മെൻറ്റ്സിലായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ബ്രേവ് മൂവ് ആയിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന്. അവരാദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കുന്നത്. ഇത് ഒരു ക്ലാസി മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ ഏത് സൈഡിലോട്ട് നോക്കിയാലും ഒരു ക്ലാസ് ഫീൽ ചെയ്യും. ഒരു കറക്റ്റ് ഒരു കഫേ റേസർ, അതായത് ഇതൊരു പില്യൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം, ഒരു നൈറ്റ് ഔട്ട്, ഒരു വീക്കെൻഡ് ഒക്കെ പോകാനായിട്ട് നല്ലൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബയേഴ്സ് ഗൈഡായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ബയേഴ്സ് ഗൈഡ് ഇൻ ദ സെൻസ് ഇതിൻ്റെ കോൺസ്, പ്രോസ്, ഇത് എന്തുകൊണ്ട് എടുക്കണം, എന്തുകൊണ്ട് എടുക്കണ്ട, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആക്സസറീസ്, വണ്ടിക്ക് ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ 2018 ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടറാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ഇതും 650 ഇൻ്റർസെപ്റ്ററും ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്യുന്നത്. വണ്ടി ഫസ്റ്റ് BS4 കംപ്ലൈൻ്റ് ആയിരുന്നു. 3 lakhs തൊട്ടാണ് സ്റ്റാർട്ടിങ്. അതായത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആയിരുന്നു. കാരണം ഇതിന് മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു മോട്ടോർ സൈക്കിൾ എടുക്കണമെങ്കിൽ ആപ്പാടുണ്ടായിരുന്നത് ട്രയംഫിൻ്റെ ത്രക്സ്റ്റൺ ആയിരുന്നു. റോയൽ എൻഫീൽഡിൻ്റെ 535 ഉണ്ടായിരുന്നെങ്കിലും ദാറ്റ് വാസ് എ സിംഗിൾ സിലിണ്ടർ. പിന്നെ അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഈവൻ ദോ അതൊരു നല്ല മോട്ടോർ സൈക്കിൾ ആയിരുന്നെങ്കിൽ പോലും. സോ 3 lakhs ഇതിന് അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് ഗിസ്മോസും ഉണ്ട്. അതായത് ABS ഉണ്ട്. ABS അതൊരു വെരി വെൽ കാലിബ്രേറ്റഡ് ആയിട്ടൊരു ABS ഉണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ആണ്. അങ്ങനത്തെ ആവശ്യമായിട്ടുള്ള ബേസിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കിലേക്ക് നോക്കാം. ഫ്രണ്ട് എൻഡിൽ നോക്കുമ്പോൾ കറക്റ്റ് ഒരു ക്ലാസിക് ലുക്കാണ്. ഒരു LED ഹെഡ്ലൈറ്റ് അല്ല വരുന്നത്, സാധാ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. എൻ്റെ പേഴ്സണൽ ടേസ്റ്റിൽ എനിക്ക് ഹാലജൻ ലൈറ്റ്സിനോടാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. കാരണം ഇനിഷ്യലി LED ലൈറ്റ്സ് കാണാൻ നല്ല രസമാണ്, പവർ എഫിഷ്യൻ്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഒരു ലോങ് ടേം ഓണർഷിപ്പിലോട്ട് നോക്കുമ്പോൾ ഒരു വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LED ലൈറ്റ്സ് എങ്ങാനും പോവുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു 7,000 ഒരു 5,000 റേഞ്ചിൽ എന്തായാലും നമുക്ക് വരും. അതേപക്ഷെ ഈ ഒരു ഹെഡ്ലൈറ്റ് പോവുകയാണെങ്കിൽ കൂടിപ്പോൾ ഒരു 3,000 rupees നിൽക്കും. ഓൺ ദി അതർ ഹാൻഡ് വിസിബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഹാലജൻ ലൈറ്റ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു LED ഉള്ളൊരു മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഹാലജനുള്ള മോട്ടോർ സൈക്കിൾ വരികയാണെങ്കിൽ ആ LED ഫുള്ളി അത് ഡോമിനേറ്റ് ചെയ്തിരിക്കും. സോ ഹാലജൻ ആണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ടേസ്റ്റാണ്. നമ്മൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്, LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല വരുന്നത്. കറക്റ്റ് റിട്രോ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. റെയറിലായാലും നമുക്ക് ടെയിൽ ലൈറ്റും വരുന്നത് സാധാ ഹാലജൻ ബൾബ്സ് തന്നെയാണ് വരുന്നത്. ലൈറ്റ്സ് ആയാലും അതുപോലെ തന്നെയാണ്. നമ്മളുടെ വണ്ടിയുടെ റെയർ നോക്കിക്കഴിഞ്ഞാൽ ആ ട്വിൻ എക്സോസ്റ്റ് കാണാം. അതൊരു ഹ്യൂജ് ലുക്കാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ചില സമയത്ത് ട്രാഫിക്സിലൊക്കെ ഇഷ്യൂ വരുമെങ്കിലും അതൊരു എസ്തെറ്റിക്കലി നല്ലൊരു അപ്പീലാണ് വണ്ടിക്ക് നൽകുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ സ്പെക്സ് ആണ് നോക്കുന്നത്. റോയൽ എൻഫീൽഡ് ഇൻഹൗസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടൊരു എഞ്ചിനാണ് ഇത്. നല്ല R&Dയും നല്ല ടെസ്റ്റിങ്ങും ചെയ്തിട്ട് ഇറക്കിയ ഒരു എഞ്ചിനാണ്. ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. യൂഷ്വലി റോയൽ എൻഫീൽഡ്സിന് വരുന്ന ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അവരുടെ ഏത് ക്ലാസ്സസ് നോക്കിയാലും ഇതാ ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. ഇത് അറൗണ്ട് 52 Nm ഓഫ് ടോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. 47 bhp പവർ ഉണ്ടാക്കുന്നുണ്ട്. പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ഓൺ ദി പേപ്പർ അല്ല, ഓൺ ദി റോഡാണ് കുറച്ചും കൂടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ഇതിൻ്റെ പവറും ടോക്ക് ഫിഗേഴ്സും ലോവർ ദി RPM റേഞ്ചിലാണ് വരുന്നത്. അതായത് വണ്ടി നല്ല രീതിയിൽ റെവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഡെയിലി യൂസിനായാലും ട്രാഫിക്കിലായാലും നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്കും ഉണ്ട്, ലോ ആൻഡ് പവറും ഉണ്ട്. സോ ഭയങ്കര യൂസബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എന്തായാലും ഹൈവേയിൽ പോയാലും നമുക്ക് അറൗണ്ട് ഒരു 120-130 വണ്ടി നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. അറൗണ്ട് ഒരു 22 to 25 ആണ് വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണെങ്കിൽ വി ടെൻ ടു റെവ് മോർ. അപ്പം കൂടിപ്പോൾ ഒരു 1 or 2 kilometers ഡിഫറൻസ് വരും. ദാറ്റ്സ് ഓൾ. എന്നാലും ഒരു 650cc ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിളിന് അത് അത്യാവശ്യം നല്ലൊരു മൈലേജാണ്.
ഞാനിതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ എന്തായാലും കേട്ടാണല്ലോ. അത്യാവശ്യം നല്ലൊരു എക്സോസ്റ്റ് നോട്ടാണ് സ്റ്റോക്കിൽ തന്നെ. നമ്മളൊരു റൈഡർ ആണെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലൊരു എക്സോസ്റ്റ് നോട്ട് വേണമെങ്കിൽ ഇഷ്ടംപോലെ ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് RRP, ഗുർസേവക്, മോട്ടോടോർക്ക്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. പ്രൈസ് റേഞ്ച് അറൗണ്ട് ഒരു 20,000 തന്നെ ആയിരിക്കും എല്ലാ എക്സോസ്റ്റും വരുന്നത്. എനിക്ക് പേഴ്സണലി സ്റ്റോക്ക് എക്സോസ്റ്റിൽ ഒരു ട്രയംഫിൻ്റെ റമ്പിളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രയംഫുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു റമ്പിളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ത്രോട്ടിൽ വിടുന്ന സമയത്ത് ചെറിയ പോപ്സ് ആൻഡ് ക്രാക്കിൾസ് പോലെ ആ എയർ ഇങ്ങനെ കട്ടാവുന്ന ഒരു ബാക്ക് പ്രഷറിൻ്റെ ഒരു സൗണ്ട്, അതൊക്കെ ഭയങ്കര എൻജോയബിൾ ആണ്. ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയറിലായിരിക്കും, ഒരു നാരോ റോഡിലൊക്കെ ആണെങ്കിൽ നല്ല എൻജോയബിൾ ആണ് ആ ഒരു സൗണ്ട് എന്നൊക്കെ പറയുന്നത്. സോ ആ ഫ്രണ്ടിലായാലും റോയൽ എൻഫീൽഡ് ഡിഡ് എ വെരി ഗുഡ് ജോബ്. പിന്നെ ഇൻ്റർസെപ്റ്ററും ഈ കോണ്ടിനെൻ്റൽ GT ആയിട്ടുള്ള മെയിൻ ഡിഫറൻസസ് ആണ് ഞാൻ ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഇതിൻ്റെ സീറ്റിംഗ് തന്നെയാണ്. ഇതൊരു കഫേ റേസറാണ്, മറ്റത് ഒരു റെട്രോ ക്രൂയിസറാണ്, അല്ലെങ്കിൽ റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിളാണ്. അതിൽ കുറച്ചും കൂടെ നമ്മൾ അപ്രൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിപ്പ് ഓൺസ് ആണ് വരുന്നത്, ലൈക്ക് എ കഫേ റേസർ. സോ ഇതിൻ്റെ കംഫർട്ട് ഫ്രണ്ട് കുറച്ച് കംഫർട്ട് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ റൈഡിങ്ങിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് നമുക്കിത് ഓടിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടാങ്കാണ്. ഇതിൻ്റെ ടാങ്ക് കുറച്ചും കൂടെ വൈഡറാണ് ആസ് കമ്പയർഡ് ടു നമ്മളുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ കുറച്ചും കൂടെ റൗണ്ടായിട്ടുള്ളൊരു ടാങ്കാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സീറ്റാണ്. ഇൻ്റർസെപ്റ്റിൻ്റെ സീറ്റ് ഒരേ ലെവലിലാണ് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് GTയുടെ സീറ്റ് പില്യൺ സൈഡിൽ കുറച്ച് റേസ്ഡും റൈഡർ സൈഡിൽ കുറച്ച് സ്കൂപ്ഡ് ഔട്ടും ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. നെക്സ്റ്റ് മേജർ തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ലിവറാണ്. ഗിയർ ഷിഫ്റ്റ് ലിവർ ഇതിൽ കുറച്ച് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ലിവർ ഇരിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇൻ്റർസെപ്റ്റിൽ ഇരിക്കുന്നത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ആ സിംഗിൾ സ്റ്റിക്ക് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പ്രോസ് എന്ന് പറയുന്നതെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. വളരെ എൻജോയബിൾ ആയിട്ടൊരു എഞ്ചിനാണ്. ഇൻ ദിസ് പ്രൈസ് പോയിന്റ് അറൗണ്ട് 3.5 lakhs നമുക്ക് ഡെയിലി എടുക്കാനായാലും അത്യാവശ്യം ഹൈവേ റൈഡ്സിനായാലും നല്ല രീതിയിൽ എൻജോയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ പ്രോ എന്ന് പറയുന്നത് വണ്ടിയുടെ മെയിൻ്റനൻസ് ആണ്. അറൗണ്ട് 3,000 rupees എന്തോ ആണ് ഫസ്റ്റ് സർവീസിന് വന്നിട്ടുള്ളത്. സെക്കൻഡ് സർവീസും അറൗണ്ട് 3,500 ആണ് വന്നിട്ടുള്ളത്. അപ്പം ജനറൽ മെയിൻ്റനൻസ് വലിയ ഇഷ്യൂ ഇല്ല. ഓൺ ദി അതർ ഹാൻഡ് വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് ഒക്കെ അറൗണ്ട് 5,000 ആണ് ഫ്രണ്ടും ബാക്കിനും കൂടെ ചേർന്ന് വരുന്നത്. സോ അത് കുറച്ച് എക്സ്പെൻസീവ് ഇൻ ദ ഫ്രണ്ട് വണ്ടിയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, നോട്ട് ഇൻ ദ സെഗ്മെൻറ്റ്. സോ അതാണ് വണ്ടിയുടെ മെയിൻ പ്രോസ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. അറൗണ്ട് 23 to 25 മൈലേജ് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് ആസ് പെർ റോയൽ എൻഫീൽഡ് ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടയേഴ്സാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെ അവർ ട്യൂബ്ലെസ് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് മാത്രമാണ് ട്യൂബ്ലെസ്, വണ്ടി ആക്ച്വലി ട്യൂബ്ലെസ് അല്ല, ട്യൂബ് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം സ്പോക്ക് വീലാണ്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അവർക്ക് ഒരു ട്യൂബ്ലെസ് ടയർ സെറ്റപ്പ് ഈ ഒരു സ്പോക്ക് വീലിൽ കൊടുക്കാൻ പറ്റില്ല. അതിനെന്തായാലും മറ്റേ ഔട്ടെക്സും റൗട്ടെക്സും ഒക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് കോസ്റ്റ് കൂടും. ട്രയംഫ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു ക്വാളിറ്റി ടയറാണ് അവർ കൊടുത്തിരുന്നത്. യൂഷ്വലി ബാക്കിയുള്ള മോഡൽസിനൊക്കെ MRFൻ്റെ ടയറും CIൻ്റെ ടയറും കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു പിർലിയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്രിപ്പും ഫീഡ്ബാക്കും തരുന്നൊരു ടയറാണ്. അതൊരു ബ്രേവ് മൂവാണ് റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന്. വണ്ടിയുടെ നെക്സ്റ്റ് പ്രോ എന്ന് പറയുന്നത് എൻ്റെ ബ്രേക്സ് ആണ്. നല്ല വെൽ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ABS തന്നെയാണ് വണ്ടിയിലുള്ളത്. വൈബ്രിയുടെ കാലിപ്പേഴ്സാണ് വരുന്നത്. കുറേ ക്ലോസ് കോൾസിലൊക്കെ ഈ വണ്ടിയുടെ ഓണറിനെ രക്ഷിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ABS. സോ ABS ഫ്രണ്ടിൽ നോ കംപ്ലയിൻസ് ആണ്. പിന്നെ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ അവർക്ക് വേണമെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് അവോയ്ഡ് ചെയ്യായിരുന്നു. സോ വണ്ടിയുടെ നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് വരാം. നെഗറ്റീവ് ഫ്രണ്ടിൽ കുറച്ച് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസാണ് ഞാൻ പറയുന്നത്. ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഫിനിഷിംഗ് ഇഷ്യൂസ്. വണ്ടിയിൽ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള വെൽഡ് മാർക്സ് ഉണ്ട്. അത് കുറച്ചും കൂടെ നീറ്റായിട്ട് കൺസീൽ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടയർ വോബ്ലിംഗ് ഇഷ്യൂ ആയിരുന്നു. നമ്മളൊരു 80 സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഹാൻഡിൽ നിന്ന് നല്ല രീതിയിലുള്ള വോബ്ലിംഗ് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോളിലാണ്. സ്പീഡോമീറ്ററിൻ്റെ ആ കൺസോൾ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാൻ വാറണ്ടി ക്ലെയിമിന് കൊടുത്തിരിക്കുകയാണ്. അത് ഒരു വിത്തിൻ 2 weeks റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് റയർ ഷോക്കിനാണ്. റയർ ഷോക്ക് രണ്ടും പോയിരുന്നു. ഏകദേശം വിത്തിൻ എ ഇയർ ഓഫ് ഓണർഷിപ്പ് തന്നെ പോയിരുന്നു. നമ്മൾ റാഷായിട്ട് ഓടിച്ചിട്ടില്ല, ഓഫ് റോഡൊന്നും പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ. അപ്പോൾ അതും അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദർ ഇസ് നോ കംപ്ലയിൻസ് ഓൺ ദാറ്റ് ഫ്രണ്ട്. പിന്നെ വണ്ടിക്ക് കുറച്ച് റെസ്റ്റിംഗ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക്. അവർക്കും വണ്ടി ഈ പാർട്സൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ സൈഡിൽ നിന്ന് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ സർവീസ്, അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് GT ആൻഡ് ഇൻ്റർസെപ്റ്റർ.
നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. ഇതൊരു എയർ കം ഓയിൽ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് നമ്മൾ സ്ലോ മൂവിങ് ട്രാഫിക്കിലോ അതായത് സ്റ്റക്കായിട്ടുള്ള ട്രാഫിക്കിലോ പോകുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യും. അത് വണ്ടിയുടെ ഒരു ക്യാരക്ടറാണ്. യൂഷ്വലി ട്രയംസോ അവരൊക്കെ ലിക്വിഡ് കൂൾഡാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ദോ അതിൽ ഡമ്മി ആയിട്ടുള്ള ഫിൻസോ അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും വണ്ടി ഒരു 4 lakh പ്ലസ് പോകും. സോ ആ വണ്ടിയുടെ പർപ്പസും ആ ഒരു ക്യാരക്ടറും എന്തായാലും പോകും. കാരണം ആ ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു കോഷനിൽ കൂടെയാണ് ഈ വണ്ടി സെല്ലായി പോകുന്നത്. സോ അടുത്തതായിട്ട് ഞാൻ പറയുമ്പോൾ ഒന്ന് റെക്കമെൻഡഡ് മോഡ്സ് ആണ്. അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള മോഡ്സ് ഉണ്ട്, പിന്നെ എസ്തെറ്റിക് മോഡ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള സ്പെഷ്യൽ മോഡ്സും ഉണ്ട്. അതിൽ ഫസ്റ്റായിട്ട് ഞാൻ എസെൻഷ്യൽ മോഡ്സിൽ നിങ്ങൾക്ക് പറയുന്നത് വണ്ടിയുടെ ഓയിൽസം ഗാർഡാണ് അഥവാ ബാഷ് പ്ലേറ്റ് ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. സോ നമ്മൾ അൺഈവൻ ആയിട്ടുള്ള റോഡ്സിൽ പോകുമ്പോഴോ റോക്ക് എങ്ങാനും അതായത് നല്ല കട്ടിയുള്ള റോക്സ് എങ്ങാനും വന്ന് ഇഞ്ചിനിലിടിച്ച് ഇഞ്ചിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ടും ബാഷ് പ്ലേറ്റ്സ് ആണ് ഈ വണ്ടിയിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു മോഡെന്ന് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എസ്തെറ്റിക് ആയിട്ട് വണ്ടിയിൽ വിൻസ്ക്രീൻ യൂസ് ചെയ്യാം. റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന വിൻസ്ക്രീനിൽ നമുക്ക് വലിയ രീതിയിലുള്ള വിൻ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ലെങ്കിലും കുറച്ച് വിൻ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ എസ്തെറ്റിക് ലുക്കിലും അത് നല്ല രീതിയിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ബാർ ആൻഡ് മിറേഴ്സാണ്. ഒരു കഫേ റേസർ ലുക്ക് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, കഫേ റേസർ ലുക്ക് വരണം എന്നുണ്ടെങ്കിൽ ബാർ ആൻഡ് മിറേഴ്സ് യൂസ് ചെയ്യണം. പിന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ്. ഈവൻ ദോ സ്റ്റോക്ക് എക്സോസ്റ്റ് നല്ല പ്ലീസിങ് ആണ്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ആ കറക്റ്റ് റോറ് കിട്ടണമെങ്കിൽ ആ ഒരു റംബിൾ കിട്ടണമെങ്കിൽ നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡി ബി കില്ലർ വെച്ച് യൂസ് ചെയ്യാം. ഞാൻ ഡി ബി കില്ലർ വെച്ച് യൂസ് ചെയ്യാൻ മാത്രമേ റെക്കമെൻഡ് ചെയ്യൂ. ഡി ബി കില്ലർ യൂസ് ചെയ്യണമെങ്കിൽ അത് ബാക്കിയുള്ളവർക്കൊരു ന്യൂസൻസ് ആവും. സോ നമ്മൾ ആ ബാക്കിയുള്ളവർക്കും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മോഡ്സ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് ഒരു ടെയിൽ ടൈഡിയാണ്. ടെയിൽ ടൈഡി സമ്മർ ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യും, പക്ഷേ നമ്മളുടെ മൺസൂൺ ടൈമിലൊക്കെ ടെയിൽ ടൈഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്കും ഇഷ്യൂ ആണ്, പിന്നെ ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഇഷ്യൂ ആണ്. സോ പിന്നെയുള്ള എസ്തെറ്റിക് മോഡ്സ് മാത്രമാണ്. വണ്ടിയിൽ പവർട്രോണിക്സിൻ്റെയൊക്കെ പെർഫോമൻസ് മോഡ്സ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ അത് പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെയും ഒരു റിവ്യൂ തരുന്നതായിരിക്കും. വണ്ടിയുടെ ഓണർഷിപ്പ് കോസ്റ്റാണ്. ഓണർഷിപ്പിൽ സർവീസ് ഏകദേശം 2 സർവീസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും ഫ്രീ സർവീസ് ആയിരുന്നു. അറൗണ്ട് 3500 റേഞ്ചിലാണ് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത്. സോ മേക്സ് ടു അറൗണ്ട് 7000 റുപ്പീസ്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഞാൻ പറഞ്ഞല്ലോ 23 to 25 ആണ് വണ്ടിക്ക് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത്. ഇൻഷുറൻസ് അറൗണ്ട് 8000 റുപ്പീസാണ് കഴിഞ്ഞ പ്രീമിയം നമ്മൾ പേ ചെയ്ത്. സോ ദാറ്റ് വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി. പിന്നെ തേർഡ് പാർട്ടി ആണോ കോംപ്രഹെൻസീവ് ആണോ എടുക്കുന്നത് എന്നുള്ളത് വേരി ചെയ്യും. സോ അതൊക്കെയാണ് ഇതുവരെയുള്ള വണ്ടിയുടെ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇത് ആരൊക്കെ ഈ വണ്ടി എടുക്കണം എന്നുള്ള സംഭവമാണ്. നിങ്ങളൊരു സോളോ റൈഡർ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വീക്കെൻഡ് റൈഡ്സ് ആണ്, നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടാണ്, ഡെയിലി കമ്മ്യൂട്ട് ഇൻ ദ സെൻസ് ലെസ് ദാൻ ഒരു 50 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് കമ്മ്യൂട്ട് എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ വണ്ടി അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ഈ സീറ്റിംഗ് പോസ്റ്റർ കാരണം. അത് പിന്നെ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റാണ്. എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് ഞാനൊരു സ്പോർട്സ് ടൂർ ഓടിക്കുന്നതുകൊണ്ട് എനിക്കിത് വലിയ ഇഷ്യൂ തോന്നിയിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ് ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളിന് നല്ല രീതിയിൽ ചിലപ്പോൾ പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ പില്യൺ ഫ്രണ്ട്ലി അല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് മാത്രമല്ല, ഇതിൻ്റെ ഒരു പവർ ഡെലിവറിയാണ്. ഇത്രയും ടോർക്കി ആയിട്ടുള്ള മെഷീനിൽ നമ്മൾ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ പില്യൺ നല്ല രീതിയിൽ ബാക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് പില്യൺ ഒട്ടും കംഫർട്ട് ഫീൽ ചെയ്യില്ല. സോ ഇതെൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ പില്യൺ ഫ്രണ്ട്ലി ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ അല്ല ഈ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റാണ്. ഒരു 3.5 lakhs അകത്ത് നിങ്ങൾക്ക് ഈ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ കോമ്പറ്റീഷനൊന്നും ഈ സെഗ്മെൻറ്റിലില്ല. പിന്നെ ഈ പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് 390 ഉണ്ട്. ഡ്യൂക്ക് 390 ഇതും എൻറ്റയർലി ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിൾസ് ആണ്. ഞാൻ പ്രൈസ് പോയിന്റിൽ മാത്രമാണ് പറയുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിനും ഫീഡ്ബാക്കിനും താങ്ക്സ് ഉണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുമെന്ന്. കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു. സോ താങ്ക് യു ഫോർ ദാറ്റ് സപ്പോർട്ട്. സോ എൻ്റെ അറിവിൽ ഇത്രയും ഉള്ള എക്സ്പീരിയൻസിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഇതും ഇൻ്റർസെപ്റ്റർ 650 ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് റൈഡ് ഇൻ ദ സെൻസ് കമ്പനി ടെസ്റ്റ് റൈഡ് അവരെന്തായാലും ഒരു കൂടിപ്പോയ ഒരു 5 kilometers തരുമായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ റെഫറൻസിൽ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് രണ്ടിൽ നിന്ന് ഏത് വണ്ടി വേണമെങ്കിലും സെലക്ട് ചെയ്തോ. വണ്ടിയുടെ മെയിൻ്റെനൻസും സംഭവങ്ങളൊക്കെ സെയിം ആണ്, എഞ്ചിൻ സൈഡും എല്ലാം സെയിം ആണ്. ദി ഓൺലി ഡിഫറൻസ് ഈസ് എക്കണോമിക്സ് ആൻഡ് ആ കംഫർട്ട് എന്ന് പറയുന്നത്. സോ അതാണ് എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്.
താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും എല്ലാം എനിക്ക് ഫ്യൂച്ചർ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ പിങ് ഡൗൺ യുവർ കമൻറ്റ്സ് ബിലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എനിക്കതിന് ഷുവർലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഇതിന് എൻഡ് ഓഫ് ദി വീഡിയോ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ DM ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് വാട്ട് യു സോ, സ്റ്റേ സബ്സ്ക്രൈബ്, share and ping down your comments. Bye bye. Ride hard, ride safe, and at least wear your helmets.